രാജഗോപാൽ കൂടി നമുക്കൊമുണ്ട്. ശ്രീ രാജഗോപാൽ, 2025 ബോർഡിന്റെ കാലത്ത് നേരത്തെയുള്ള കൊള്ള മറയ്ക്കാൻ വേണ്ടി ഇടപെടലുണ്ടായി. അതിന്റെ ഭാഗമായി, അതിന്റെ തുടർച്ചയായി ചെന്നൈയിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള ഗൂഢാലോചന നടക്കുകയായിരുന്നു എന്നതാണ് SIT നേരത്തെ തന്നെ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ PS പ്രശാന്തിന്റെ കസ്റ്റഡി ഉണ്ടാകുമ്പോൾ ഇനി എന്താണ് ഈ 2025 ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംഭവിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ കേസ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കോടതി റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, 2025 സ്വർണ്ണക്കൊള്ള, അതായത് ആ ഗൂഢാലോചനയുടെ ചേർത്ത് അന്വേഷിക്കണമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, 2019 കുറ്റപത്രം എത്രയും പെട്ടെന്ന് വിജിലൻസ് കോടതിയിൽ കൊടുക്കൂ, 2 FIR ഉണ്ടല്ലോ അത് കൊടുക്കൂ, എന്നിട്ട് മൂന്നാമത്തേത് അതിനോട് ചേർത്ത് അന്വേഷിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തെന്ന് തോന്നുന്നു. കസ്റ്റഡിയെടുത്ത 7 പ്രതികളുണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും പ്രശാന്ത് എന്തെങ്കിലും ഈ കേസ് പൂർണ്ണമാവുകയുള്ളൂ. ഈ സ്വർണ്ണക്കൊള്ള, ദ്വാരപാലക, ശില്പ കേസുകൾ പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ വേണം. 2 തവണ മൊഴിയെടുത്തെങ്കിലും SITക്ക് ഇത് വ്യക്തമായിട്ടില്ലാന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കൂടെ അദ്ദേഹം പലതും മറച്ചു വെക്കുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല. കാരണം അന്നത്തെ 19 കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി. അതാണ് SITയുടെ റിപ്പോർട്ട്. അവരെ കണ്ടെത്തലാണ് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ പ്രശാന്ത് കസ്റ്റഡിയിലാവും. അതേപോലെ പ്രശാന്ത് മാത്രമല്ല, അന്നത്തെ ബോർഡ് മെമ്പറായിരുന്ന അജികുമാർ ഉണ്ട് ഇതിനകത്ത്. അജികുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ റെജിലാല്, തിരുവാഭരണ കമ്മീഷണറെ പ്രതിയാണ്. അതേപോലെ ദേവസ്വം സെക്രട്ടറി ഉണ്ട്. ഇനി തന്ത്രിയുമുണ്ട്. തന്ത്രിയും ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഒരുപക്ഷെ കാരണം അനിജ്ഞയുടെ പേരിൽ തന്ത്രിയും പ്രതിസ്ഥാനത്തുണ്ട്. വിഷയം കൂടിയാണല്ലോ. ശബരിമല തന്ത്രിയായിരുന്ന ആൾ അദ്ദേഹം ഈ കേസിന്റെ ഭാഗമായി പ്രതികരിക്കപ്പെടുക. ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കസ്റ്റഡിയിലാകുന്നു, അറസ്റ്റിലേക്ക് പോകുന്നു. അതിന്റെ തുടർച്ചയായി തന്ത്രിയും അറസ്റ്റിലാക്കാനുള്ള സാധ്യതയുണ്ട്. അത് കുറെ കൂടി സെൻസിറ്റീവായ വിഷയം കൂടിയാണല്ലോ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ തന്നെ മറ്റേ 2 കേസ് അദ്ദേഹം ജാമ്യത്തിൽ നിൽക്കുകയാണ്. പിന്നെ അതുകൊണ്ട് ഈ കേസിൽ വിളിച്ചു വരുത്തിയിട്ട് മൊഴിയെടുക്കുകയാണോ, അതോ ഇനി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കണം? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കർക്കിടക 31 കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചുമതല വരേണ്ട ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എന്റെ മകൻ ബ്രഹ്മദത്തിനെ ചാർജ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യലോ അറസ്റ്റോ ഒക്കെ ഉണ്ടാകാം. കാരണം മൂന്നാമത്തെ ബോർഡും വരും ഇതിനകത്തിൽ. ഈ ബോർഡും വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിലേ അത് പൂർത്തിയാകുള്ളൂ. ആ കേസിന്റെ പൂർണ്ണത എത്തണമെന്ന് സ്വാഭാവികമായിട്ട് സംഭവിക്കണം. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ടാണ്. പ്രശാന്തിനെ തന്നെ അറിയാമായിരുന്നു തോന്നുന്നു. അത് രാവിലത്തെ ഫേസ്ബുക്ക് കണ്ടപ്പോൾ തന്നെ സൂചന വന്നു കഴിഞ്ഞു കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ളത്. പിന്നെ രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. രാഷ്ട്രീയപരമായിട്ടൊക്കെ ഉള്ള കാരണങ്ങളാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ SITന് വ്യക്തമായ തെളിവുണ്ട്. 2 തവണ ചോദ്യം ചെയ്തതല്ലേ അവര്. 2 തവണ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് സംശയം മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് അതേപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും എതിരായിട്ട് ഇപ്പൊ നിൽക്കുകയല്ലേ. സ്പെഷ്യൽ കമ്മീഷൻ പറഞ്ഞ് എന്നെ എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അതുകൊണ്ടാണല്ലോ സ്വർണ്ണക്കൊള്ള തന്നെ പുറത്തു വരാനുള്ള കാര്യം. അതുകൊണ്ടാണ്. അപ്പൊ അനിവാര്യമായ അറസ്റ്റാണ്, യാതൊരു സംശയവുമില്ല. അനിവാര്യമായ അറസ്റ്റ്. എന്താണ് ശ്രീ TK രാജഗോപാലിന്റെ അഭിപ്രായം?